ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു അവിയലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു, അത് ഇട്ട് വെച്ചിട്ടൊരു അവിയലാട്ടോ. എല്ലാ കഷ്ണമൊന്നും ഇല്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു അവിയൽ വെച്ചതാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ചു, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അതിൽ ക്യാരറ്റൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ കഷ്ണം ഇത് മുരിങ്ങക്കായ ഇവിടെ ഞങ്ങൾ പഴയ വീട്ടിലേക്ക് പോയപ്പോഴേ അവിടുത്തെ ഒരു താത്ത തന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിയൽ വെച്ചതാണ്. അത് നല്ല മുരിങ്ങക്കായ, നാടൻ മുരിങ്ങക്കായാണ്, അവർ വീട്ടിലുണ്ടായതാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചു, അതൊക്കെ വെന്തു കേട്ടോ, കഷ്ണങ്ങളൊക്കെ വെന്തു. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ മോര് തന്നെയാണ്, അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒഴിച്ചത് കേട്ടോ. അത് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. മോരൊക്കെ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തത് കേട്ടോ. അതെല്ലാം തിളച്ച് വന്നു. കഷ്ണങ്ങളൊക്കെ നല്ല വെന്തു, മോരൊക്കെ അതിൽ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ റെഡി ആയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉണങ്ങിയെണ്ണ കേട്ടോ, നല്ല മണമൊക്കെ ഉള്ളൊരു ഇലയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കേട്ടോ. അങ്ങനെ അവിയൽ റെഡി ആയിട്ടോ. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിയൽ നല്ല രസമുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.